നമസ്തേ. കാലടിയിൽ നിന്ന് കശ്മീരിലെ തിത്വാളിലേക്കുള്ള യാത്ര നയിച്ച് മടങ്ങിയിരിക്കുകയാണ് രാമാനന്ദ് ആർ. ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റുകളിൽ യാത്ര ചെയ്ത സംഘം വിജയകരമായ ദൗത്യം പൂർത്തിയാക്കി മടങ്ങിയെത്തിയിരിക്കുന്നു. ക്യാപ്റ്റൻ രാമാനന്ദ് ജനം ടിവിയോടൊപ്പം. നമസ്തേ, സ്വാഗതം. ആരാണ് രാമാനന്ദ്? ആത്മീയ സഞ്ചാരി, ആക്ടിവിസ്റ്റ്, ഫൈറ്റർ, ഉപാസകൻ, കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, എങ്ങനെ വിശേഷിപ്പിക്കുന്നത്? അങ്ങനെ വിശേഷണങ്ങളൊന്നുമില്ലല്ലോ. ഒരു ജീവിതത്തിൽ ഓരോ റോൾ എടുക്കുന്നു എന്നുള്ളതാണ് ഓരോ സാഹചര്യത്തിൽ. കഥ എഴുതേണ്ട സമയത്ത് തിരക്കഥ എഴുതേണ്ട സമയത്ത് തിരക്കഥ എഴുതി. ഞാനങ്ങനെ തിരക്കഥാകൃത്താവണം എന്ന് വിചാരിച്ച് തിരക്കഥ എഴുതിയ ആളല്ല. ഒരു സാഹചര്യത്തിൽ തിരക്കഥ എഴുതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ആത്മീയ സഞ്ചാരി അങ്ങനെയൊന്നും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് ജീവിതത്തിൽ നമ്മൾ ചില സഞ്ചാരങ്ങളൊക്കെ നടത്തുമ്പോൾ അത് ചിലപ്പോൾ ക്ഷേത്രങ്ങളിലേക്കോ അങ്ങനെ ആത്മീയ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലേക്കോ ആയി പോകുന്നു. അങ്ങനെ ആവുമ്പോൾ അതൊരു ആത്മീയ സഞ്ചാരമായി കണക്ക് കൂട്ടപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് മനഃപൂർവ്വം അങ്ങനെ പ്ലാൻ ചെയ്ത് ഒരു തീർത്ഥയാത്ര പോകുന്നവരൊന്നും ചെയ്യുന്നതല്ല. ആക്ടിവിസം അങ്ങനെ ഉണ്ടോ അതും അറിഞ്ഞൂടാ. ഏതെങ്കിലും ഒരു വിഷയം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിലിപ്പോൾ ഇതൊരു ആക്ടിവിസ്റ്റായിട്ട് കൂട്ടുകയാണെങ്കിൽ, ചെലവല്ലോസി ഒരു ആക്ടിവിസ്റ്റായിട്ട് കൂട്ടുകയാണെങ്കിൽ അങ്ങനെ ആക്ടിവിസ്റ്റാന്ന് പറയാം. അല്ലാതെ അങ്ങനെയൊന്നും അങ്ങനെ വിചാരിച്ചുകൊണ്ടൊന്നും ചെയ്യാറില്ല. ഈ തിത്വാളിലേക്ക്, കശ്മീരിലേക്ക് ആ ഒരു ഘട്ടത്തിൽ പുറപ്പെടാനുണ്ടായ പ്രചോദനം, പ്രകോപനം, ഉത്തേജനം എന്തായിരുന്നു? അത് പെഹൽഗാം അറ്റാക്കിൻ്റെ പശ്ചാത്തലമാണ്. പെഹൽഗാം അറ്റാക്കിൻ്റെ പശ്ചാത്തലത്തിൽ, അതായത് പിറ്റേ ദിവസം, ആ ദിവസം നമ്മൾ ആരും ഉറങ്ങിയിട്ടില്ല. പിറ്റേ ദിവസം ഞാൻ ഫേസ്ബുക്ക് നോക്കുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഫേസ്ബുക്കുകളിൽ കാണും. അതിൽ പ്രതികരണത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് പ്രധാനമന്ത്രി എന്ത് ചെയ്തു എന്നാണ്. എന്നുവെച്ചാൽ തലേ ദിവസം ഇത് ഉണ്ടായിട്ടുള്ളൂ, പിറ്റേ ദിവസത്തേക്ക് പ്രതികരണമാണ്. പ്രധാനമന്ത്രി എന്ത് ചെയ്തു, സൈന്യം എന്താ മിണ്ടാതിരിക്കുന്നത്, ഇതിനൊന്നുമല്ല ഞങ്ങൾ വോട്ട് വന്ന് വിജയിപ്പിച്ചത്. ഇതൊക്കെ വളരെ ആക്റ്റീവായിട്ട് ദേശീയ കാര്യങ്ങൾ പറയുന്ന ഹാൻഡിലുകളിൽ നിന്ന് വന്നത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ ഒരു ചോദ്യം നമുക്കും ഇങ്ങനെ പ്രതികരിക്കാം. പാകിസ്ഥാനെ അടിക്കണം, അല്ലെങ്കിൽ POK തിരിച്ചു പിടിക്കണം, സൈന്യം ചുട്ട മറുപടി കൊടുക്കണം, ഇങ്ങനെയൊക്കെ തീ പാറിക്കണം, ഇങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്കും ആവേശം ഉണ്ടാക്കാം. അതിൻ്റെ അപ്പുറത്ത്, ആ ആവേശ പോസ്റ്റിൻ്റെ അപ്പുറത്ത് നമുക്കെന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെയാണ് ആ പെഹൽഗാം അറ്റാക്കിനെ കണ്ടം ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് എഴുതുകയും അതിൻ്റെ അവസാനത്തിൽ അവരുടെ ബുള്ളറ്റുകൾ നമ്മെ നിശബ്ദരാക്കാൻ വേണ്ടി ആണ് നമ്മെ നേരെ തൊടുത്ത് വിട്ടത് എങ്കിൽ നമ്മുടെ കയ്യിൽ, സിവിലിയൻ്റെ കയ്യിലൊരു ബുള്ളറ്റ് ഉണ്ട്, അത് റോയൽ എൻഫീൽഡ് ബുള്ളറ്റാണ്. അങ്ങനെയുള്ള നമ്മുടെ ബുള്ളറ്റും കൊണ്ടിട്ട് നമുക്ക് നിയന്ത്രണ രേഖ വരെ ചെല്ലാം. പെഹൽഗാം താരതമ്യേന പ്രശ്നം കുറഞ്ഞ സ്ഥലമാണ്, പ്രശ്നം ഇല്ലാതിരുന്ന സ്ഥലമാണ്. നിയന്ത്രണ രേഖ എപ്പോഴും വെടിവെപ്പ് ഉണ്ടാകുന്ന, ഷെല്ലാക്രമണം ഉണ്ടാകുന്ന സ്ഥലമാണ്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരാൻ എത്ര പേര് തയ്യാറുണ്ട് എന്നൊരു ചോദ്യം ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചു എന്ന് മാത്രം. അത് സോഷ്യൽ മീഡിയയുടെ ഒരു ശക്തി മനസ്സിലായത് അപ്പോഴാണ്. സോഷ്യൽ മീഡിയയുടെ ശക്തി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് യഥാർത്ഥത്തിൽ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് കരുതുന്ന ഒരു ജനത നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അത് വലിയൊരു കണ്ണ് തുറപ്പിക്കലായിരുന്നു എൻ്റെ. അങ്ങനെയാണ് ഞങ്ങളൊരു സംഘടനയായിട്ട് എല്ലാവരും ഒത്തുചേരുന്നൊക്കെ. അതിലാരും തമ്മിൽ പരസ്പരം പരിചയമില്ല, അവർക്ക് എന്നെ മാത്രമേ പരിചയമുള്ളൂ, അവരാർക്കും തമ്മിൽ അറിഞ്ഞുകൂടാ. അങ്ങനെയാണ് അതൊരു സംഘടന, ഒരു ഒഫീഷ്യൽ സംഘടനയാക്കുന്നത്, ചെലവല്ലോസി എന്ന് പറയുന്ന സംഘടനയാക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ തിത്വാളിൽ പോകാൻ ഉള്ള ഒരു ഒഫീഷ്യൽ തീരുമാനങ്ങളൊക്കെ എടുത്തു വരുന്നത്. കാലടിയിൽ നിന്ന് തിത്വാളിലേക്ക് അതിലും ഉണ്ടായിരുന്നു അല്ലേ ഒരു തീം? അതെ. ശങ്കരപാദങ്ങളിൽ നിന്ന് ശാരദാ പീഠത്തിലേക്ക്. ഈ ഒരു ബന്ധം പോലും ഒരുപക്ഷെ ചർച്ചയായത് ഈ യാത്രയുടെ, തീർച്ചയായിട്ടും അറിവ് തേടിയവർ, അറിയേണ്ടവർക്ക് അറിയാമെങ്കിലും ഒരു പൊതുമണ്ഡലത്തിൽ എന്താണ് ശാരദാ ക്ഷേത്രം, എവിടെയായിരുന്നു ശങ്കരാചാര്യർ ചെന്നെത്തിയത്, ഇത് സ്ഥാപിച്ചത് എന്നൊക്കെ ഉള്ളതിന് അതിൻ്റെ ഒരു വെളിപ്പെടുത്തൽ കൂടിയായില്ലേ? അതെ. ഈ POKയിൽ ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ടെന്ന് പോലും എത്ര പേർക്കറിയാം എന്നുള്ളത്? അത് കേരളത്തിൻ്റെ, ഭാരതം ഒരു രാഷ്ട്രമെന്ന നിലയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഭാരതത്തിൻ്റെ ശിരസ് തീർച്ചയായിട്ടും കാശ്മീരാണ്. അങ്ങനെ എൻ്റെ കാൽപാദങ്ങൾ വരുന്നത് കേരളമാണ്. രാഷ്ട്ര ശരീരമായി കണക്കാക്കിയാൽ മൂലാധാരം കേരളവും സഹസ്രാരം കശ്മീരുമാണ്. അപ്പോൾ കേരളത്തിന് എല്ലാ കാലത്തും കശ്മീരുമായിട്ടൊരു ബന്ധം ഉണ്ടായിട്ട്. ഞാൻ ഈയിടെ ഒരു ചാനൽ ഇൻ്റർവ്യൂ കാണാനുണ്ടായി. അതിൽ ഒരു പ്രസിദ്ധനായിട്ട ചിന്തകൻ, നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടോ, മൈത്രേയൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം ഭാരതം എന്ന രാഷ്ട്രം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നും സൗത്ത് ഇന്ത്യ ഒരു കാലത്തും ഇല്ല, അങ്ങനെ സൗത്ത് ഇന്ത്യ ഒരിക്കലും ഇതിൻ്റെ ഭാഗമല്ലായിരുന്നു,
അത് അഫ്ഗാനിസ്ഥാൻ മുതൽ ബംഗാളം വരെ നീണ്ടു കിടക്കുന്നത് മാത്രമായിരുന്നു. ആര്യാവർത്തത്തിൻ്റെ പരിധി വരുന്ന മാത്രമാണ് ഈ രാഷ്ട്രസങ്കല്പം. അതിൻ്റെ താഴേക്ക് ഒരു രാഷ്ട്രമില്ല എന്ന് ആവർത്തിച്ച് പറയാണ്. രാജനൈതികമായിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങളിലെങ്കിലും അത് ശരിയായിരിക്കും, പൊളിറ്റിക്കൽ മാപ്പ് എന്നുള്ള അർത്ഥത്തിൽ ശരിയായിരിക്കും. പക്ഷേ സൗത്ത് ഇന്ത്യ ഒരിക്കലും ഭാരതത്തിൻ്റെ ഭാഗമല്ല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം വേദാന്തിയായിരുന്നു കുറേ കാലം അല്ലേ, വേദാന്തം സ്വീകരിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹം മറന്നുപോയൊരു പേരാണ് ശങ്കര ഭഗവത്പാദർ. അദ്ദേഹം കേരളത്തിൽ നിന്ന് കാൽനടയായി സഞ്ചരിച്ച് കശ്മീരത്തിൽ പോയി കശ്മീരത്തിലെ സർവജ്ഞപീഠം കയറി. അപ്പോൾ കശ്മീരം ഭാരതത്തിൻ്റെ ഭാഗമല്ലായിരുന്നൊരു കാലം ഉണ്ടായിരുന്നെങ്കിൽ കശ്മീരത്തിലെ സർവജ്ഞപീഠത്തെ എന്തിനാണ് ഭാരതം മുഴുവൻ അംഗീകരിച്ചിരുന്നത്? കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരാൾ എന്തുകൊണ്ട് കശ്മീരത്തിൽ പോയി ഈ സർവജ്ഞപീഠം കയറണം എന്ന് വിചാരിച്ചു? അതിൻ്റെ അർത്ഥം നമുക്കൊരു ഏകമായ രാഷ്ട്ര സ്വഭാവം സാംസ്കാരികമായിട്ടുണ്ടായിരുന്നു. ആ രാഷ്ട്രത്തെ വാസ്തവത്തിൽ കൂട്ടിയിണക്കുന്ന ഒരു ജോലിയാണ് ആചാര്യ ശങ്കര ഭഗവത്പാദർ ചെയ്തിട്ടുള്ളത്. എൻ്റെ ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് കാശ്മീര ശൈവമാണ്. ഞാൻ എത്രയോ കാലമായിട്ട് പിന്തുടരുന്ന കാശ്മീര ശൈവ പദ്ധതിയാണ്. കേരളത്തിന് കാശ്മീരവുമായി അഭേദ്യമായ താന്ത്രിക ബന്ധമുണ്ട് എന്ന് റിസർച്ച് ചെയ്യലാണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രധാന ജോലിയാണ്. ആ കൂട്ടത്തിൽ ഈ ഒരു കാര്യം വന്ന സമയത്ത് കാലടിയിലെ ശങ്കര ജന്മസ്ഥാനത്ത് നിന്ന് അദ്ദേഹം സർവജ്ഞപീഠം കയറിയ സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റില്ല. അത് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് ജമ്മു ആൻഡ് കാശ്മീരിലാണ്, അവിടെ വരെ പോകാൻ പറ്റില്ല. പകരം അതിൻ്റെ അടുത്ത്, പാകിസ്ഥാൻ്റെ തൊട്ടടുത്ത്, അവരുടെ മൂക്കിനടുത്ത് നമ്മൾ അഭിമാനത്തിൻ്റെ സ്തംഭമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ശാരദാ യാത്രാ ക്ഷേത്രം. അത് വലിയ സമരമുണ്ട്, ഐതിഹാസികമായ ഒരു നിർമ്മാണമാണത്. അവിടം വരെ ചെല്ലുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറഞ്ഞു, ഉപാസനയെക്കുറിച്ചും പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ഫിലോസഫി പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത് ഭാരത സർക്കാരിൻ്റെ ഇന്ത്യൻ നോളജ് സിസ്റ്റം, അതായത് ഭാരതീയ ജ്ഞാന പരമ്പര എന്ന പേരിൽ ഒരു ഡിവിഷൻ ഉണ്ട്. AICTEയുടെ താഴെയാണ് ആ ഡിവിഷൻ വരുന്നത്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിലാണ്. അങ്ങനെയുള്ള റിസർച്ച് സെൻറ്ററുകൾ, ഗവേഷണ സ്ഥാപനങ്ങളിൽ 27 ഗവേഷണ സ്ഥാപനങ്ങൾ ഭാരത സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അതിൽ 27ാമത്തെ സെൻറ്റർ നമ്മുടേതാണ്. അഭിനവ് ഗുപ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് എന്നാണ് പേര്. അതൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. തന്ത്രം എന്ന് പറയുമ്പോൾ കാശ്മീര ശൈവമാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ശാക്ത ശൈവ തന്ത്രങ്ങൾ ഞങ്ങളുടെ പഠനത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. കാരണം ലോകത്ത് പലയിടത്തും ശൈവം പഠിപ്പിക്കുന്നത് വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലാണ്. ചിക്കാഗോയിലാണ് പഠിപ്പിക്കുന്നത്, ഓക്സ്ഫോർഡിലാണ് പഠിപ്പിക്കുന്നത്. ഭാരതത്തിൽ ഇത് ഉണ്ടായിട്ട് ഇതിനെ അക്കാദമികമായിട്ട് സമീപിക്കുന്ന രീതി ഇല്ല എന്നല്ല. ഇപ്പോൾ കാശ്മീര ശൈവം പഠിപ്പിക്കുന്നത് ബനാറസിൽ MA കോഴ്സ് ഉണ്ട്, സെൻട്രൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് ഉണ്ട്. അതല്ലാതെ പ്രാക്ടീഷണേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അക്കാദമികമായിട്ടുള്ള ഒരു ഓറിയൻറ്റേഷൻ കൂടി ഉണ്ടായാൽ ഒരു വലിയ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യപ്പെടും. ഭാരതീയ ജ്ഞാന പാരമ്പര്യത്തിൽ നമ്മൾ ഊന്നി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ തിയറിയും പ്രാക്ടീസും തമ്മിലുള്ള വിടവ് നികത്താനാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, വൈദ്യം, ഒരു കാലത്ത് വൈദ്യൻ എന്ന് പറയുന്ന ആൾ മെഡിസിൻ ഉണ്ടാക്കാൻ അറിയുന്ന ആളായിരുന്നു. പക്ഷേ ഒരു BAMS ഡോക്ടർ മെഡിസിൻ ഉണ്ടാക്കാൻ അറിയുന്ന ആളാണോ? ഒരു ചോദ്യമാണ്. അയാളുടെ പ്രാക്ടീസിനെ അയാളിൽ നിന്ന് മാറ്റി. അത് അപ്പോൾ നമ്മൾ ഫാർമസിയുടെ കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ അയാൾ ഫാർമസിസ്റ്റ് ആവണം. അപ്പോൾ ഫാർമസിസ്റ്റ് ആയാൽ മാത്രമേ അയാൾക്ക് മരുന്ന് ഉണ്ടാക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അയാൾക്ക് എന്താണ് കൊടുക്കുന്ന മരുന്ന് എന്ന് അറിഞ്ഞൂടാ. അയാളൊരു അലോപ്പത്തിനെ പോലെ, ഒരു ബയോമെഡിക്കൽ പ്രാക്ടീഷണർ പോലെ മാത്രമായി പോവാണ്. അപ്പം കൊളോണിയൽ വിദ്യാഭ്യാസം നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറയുന്നത് നമ്മുടെ പ്രാക്ടീസിനെയും തിയറിയെയും വേർപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ അറിയാം, തിയറി അറിഞ്ഞൂടാ. തിയറി അറിയുന്നവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ അറിഞ്ഞൂടാ. അപ്പോൾ അക്കാദമിക രംഗത്ത് തന്ത്രം പഠിക്കുന്ന വലിയ വലിയ സ്കോളേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒറ്റ ആൾക്ക് ഉപാസനയില്ല. ഒറ്റ ആളെന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഒറ്റ ആൾക്കും ഈ പറഞ്ഞ പോലെ ഉപാസനയില്ല. പ്രബന്ധം എഴുതും, അതിൽ ഡോക്ടറേറ്റ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ചോദിക്കുക, നിങ്ങൾക്ക് ഇന്ന ഒരു വിഷയത്തിൽ ഉപാസനാപരമായിട്ട് എന്താണ് അറിയുക എന്ന് ചോദിച്ചാൽ അറിയില്ല. അതേപോലെ ഉപാസനാപരമായിട്ട് ധാരാളം അറിയുന്ന ആളുകളുണ്ടാവും. അവരോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതിനെ അക്കാദമികമായിട്ട് നോക്കിക്കാണാനുള്ള ഒരു ലെൻസ് അവർക്ക് കിട്ടിയിട്ടില്ല. ഇതിനെ രണ്ടിനെയും മെർജ് ചെയ്യുക എന്നുള്ളതാണ് ഭാരതീയ ജ്ഞാന പാരമ്പര്യത്തിൻ്റെ ലക്ഷ്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സെൻറ്റർ വർക്ക് ചെയ്യുന്നത് ഇതിനെ രണ്ടിനെയും കൂട്ടിയിണക്കി കൊണ്ടുപോകാനാണ്. ഉപാസന അങ്ങ് പറഞ്ഞു. അതിനൊപ്പം ഒരുപക്ഷെ അറിയപ്പെടാത്തൊരു മോഹൻലാലിൻ്റെ കഥയുണ്ട്. ലാലേട്ടനായിട്ടുള്ള ബന്ധം എന്താണ്? ലാലേട്ടനായിട്ട് ബന്ധം എന്താണെന്ന് വെച്ചാൽ, ലാലേട്ടനായിട്ട് വളരെ ആകസ്മികമായിട്ട് ഒടിയൻ സിനിമയുടെ സമയത്ത്
ഒരു പരിചയമാവുന്നതാണ്. ഒടിയൻ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റ് ഞാൻ ജയസൂര്യക്ക് അയച്ചു കൊടുത്തു. ജയേട്ടൻ എനിക്ക് മുമ്പേ പരിചയമുണ്ട്. ഞാൻ ജയേട്ടനെ അയച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇതൊന്ന് ലാലേട്ടൻ അയച്ചു കൊടുക്കണം, ആരാണ് എന്താണെന്നൊന്നും പറയേണ്ട അയച്ചതെന്ന്, ലാലേട്ടൻ ഉപകാരപ്പെട്ടേക്കാം എന്ന് പറഞ്ഞ് അയച്ചു കൊടുത്താണ്. ലാലേട്ടൻ അത് അയച്ചു കൊടുത്തു. ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പേരൊന്നും പറഞ്ഞില്ല. പക്ഷെ ഉടനെ തന്നെ ലാലേട്ടൻ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ഇത് ആരാ അയച്ചതെന്ന് എനിക്കൊന്ന് സംസാരിക്കണം. അപ്പോൾ ഞാൻ JNUവിലാണ് ആ സമയത്ത്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ എനിക്ക് കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്കൊരു ഫാൻ ബോയ് മൊമെൻ്റാണ്. നമ്മൾ കുഞ്ഞാകുമ്പോൾ മുതൽ മോഹൻലാൽ എന്ന് പറഞ്ഞിട്ട് മോഹൻലാലായ ആളാണ് നമ്മളല്ലേ. അപ്പം എനിക്കിപ്പോൾ ഓർമ്മ, ഞാൻ അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു അദ്ദേഹം വിളിക്കുന്നത്. കാരണം ഇനി വിളിക്കുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഒരുപാട് സമയം, ഒരു മണിക്കൂറോളം അദ്ദേഹം ഫോണിൽ സംസാരിച്ചു. അപ്പം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ലാലേട്ടൻ, എനിക്ക് ലാലേട്ടൻ്റെ മാമനെ പരിചയമുണ്ട്. ലാലേട്ടൻ്റെ മാമൻ ഗോപിനാഥൻ നായർ, അദ്ദേഹം ഈ അടുത്ത് മരിച്ചു. അദ്ദേഹത്തെ എനിക്ക് ലാലേട്ടന് മുമ്പേ പരിചയമുണ്ട്. ഞങ്ങൾ ഉപാസനാപരമായൊക്കെ ചില ബന്ധങ്ങളുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ലാലേട്ടൻ്റെ മാമനെ എനിക്ക് പരിചയമുണ്ട്. അങ്കിളിനെ പരിചയമുണ്ടോ? അത് റെയറാണ്. അങ്കിൾ അങ്ങനെ കൊടുക്കുന്ന ആളല്ല. ലാലേട്ടൻ്റെ ഒരു ആത്മീയ ഗുരുവാണ് അങ്കിള്. അപ്പോൾ അങ്കിൾ അങ്ങനെ പിടികൊടുക്കുന്ന ആളാണ്. അപ്പോൾ അങ്കിളിനെ എനിക്ക് പരിചയമുണ്ട് പറഞ്ഞാൽ ലാലേട്ടൻ അത്ഭുതമായി. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അങ്കിളിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ അങ്കിൾ പറഞ്ഞു അതെയോ നീ പരിചയപ്പെട്ടോ? അപ്പോൾ അങ്കിൾ അത് വാലിഡേറ്റ് ചെയ്തപ്പം ലാലേട്ടന് വലിയ അത്ഭുതമായി. അപ്പോൾ എന്നെ വിളിച്ചിട്ട് അങ്കിൾ പറഞ്ഞു അറിയാമെന്ന് പറഞ്ഞു, അപ്പോൾ നമുക്കൊന്ന് കാണണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു കാണാൻ ലാലേട്ടാ, ഞാനിപ്പോൾ ഇങ്ങനെ ഡൽഹിയിലാണ്, ഈ മാസം 26-ാം തീയതി, അങ്ങനെ ഒരു ഡേറ്റ് 26-ാം തീയതി എന്താ പരിപാടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പോൾ പരിപാടി ഒന്നുമില്ല, ഇപ്പോൾ ഞാൻ സെൻറ്ററിൽ പോയി നോക്കട്ടെ. ഞാൻ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, അപ്പോൾ അവിടെ തിരക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് എന്നോട് എൻ്റെ ഫുൾ പേര് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഫുൾ പേര്, അച്ഛൻ്റെ പേരും എൻ്റെ പേരും. ഞാനത് അയച്ചു കൊടുത്തു. എന്തിനാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഹോസ്റ്റലിലേക്ക് നടക്കുന്ന സമയത്ത് എനിക്കൊരു ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചിട്ടുണ്ട്. ഞാൻ കാശിയിൽ വരുന്നുണ്ട്, നമുക്ക് വിമാനത്തിൽ വെച്ച് കാണാം, ആകാശത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ആകാശത്ത് വെച്ചാണ് പരിചയപ്പെടുന്നത്. ഒരു കാശി യാത്രയിൽ തുടങ്ങിയ ബന്ധമാണ്. തുടർന്ന് അങ്ങോട്ട് ഒട്ടേറെ യാത്രകളിൽ ഈ ട്രാവൽ ഗൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മീയ യാത്രയിലെ ഒരു ഗൈഡാണ്, അതോ സഹസഞ്ചാരിയാണ്, കൂട്ടുകാരനാണ്? അങ്ങനെ ചോദിച്ചാൽ ലാലേട്ടന് പോകാൻ ഇഷ്ടമുള്ള സ്ഥലം, എനിക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലം, നമുക്ക് രണ്ടുപേർക്കും കോമൺ ആയൊരു ഇൻട്രസ്റ്റ് വരുമ്പോൾ ചിലപ്പോൾ ഷെയർ ചെയ്യും. അങ്ങനെ യാത്ര ചെയ്യാമെന്ന് പറയും. അങ്ങനെയാണ് ഞങ്ങൾ കാമാഖ്യ അങ്ങനെ പല സ്ഥലത്തും പോയത്. അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്ത ഒരാളാണ്. ഞാൻ ഒരിക്കലും അദ്ദേഹത്തിനോട് കമ്പയർ ചെയ്യുന്നൊരു യാത്രികനല്ല ഞാൻ. കാരണം അദ്ദേഹം യാത്ര ചെയ്ത അത്രയൊന്നും നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ചില പർട്ടിക്കുലർ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ പോകാൻ താല്പര്യം കാണിക്കുമ്പോൾ അദ്ദേഹം നമ്മൾ ഒരുമിച്ച് ഒരേപോലെ താല്പര്യം കാണിക്കുമ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. അപ്പോൾ യാത്രയിലൊരു കൂട്ടുകാരെന്ന് വിശേഷിപ്പിക്കുന്നതാണ് എനിക്കിഷ്ടം. ഈ പലർക്കും ഈ മോഹൻലാൽ ഫാൻസിനടക്കം ഒരുപക്ഷെ പരിചിതമല്ലാത്തൊരു മുഖമായിരിക്കാം, അതല്ലെങ്കിൽ അദ്ദേഹം അത് പ്രഖ്യാപിച്ചു നടക്കുന്നില്ല. ഇങ്ങനൊരു വശം, മോഹൻലാലിൻ്റെ ഒരു ആത്മീയ വശം, അതേക്കുറിച്ച് എന്തെങ്കിലും? ലാലേട്ടൻ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള മനുഷ്യനാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് അദ്ദേഹം എന്തെങ്കിലും ജപിക്കുന്നത് കൊണ്ടോ എന്തെങ്കിലും ഉപാസന ചെയ്യുന്നത് കൊണ്ടോ അതുകൊണ്ടൊന്നുമല്ല. ഏറ്റവും വലിയ സ്പിരിച്വാലിറ്റി പറഞ്ഞാൽ കൂടെ ഉള്ള ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ലാലേട്ടൻ്റെ കൂടെ സഞ്ചരിച്ച എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞങ്ങളൊരിക്കലും ഒരു ക്ഷേത്രത്തിൽ പോയി. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും മോളും ഉണ്ട്. ഞാൻ ലാലേട്ടനോട് എന്തോ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്, കുറേ ആളുകളുണ്ട്. അപ്പോൾ ലാലേട്ടൻ പെട്ടെന്ന് തിരിഞ്ഞിട്ട് എൻ്റെ വൈഫിനോട് ചോദിച്ചു മോളെന്താ പറയുന്നത്, അവളെന്തോ പറഞ്ഞത് ലാലേട്ടൻ കേട്ടു. അപ്പോൾ അവളെ ചെറിയ ആളാണ് അതിൽ. അപ്പോൾ ആ തിരിഞ്ഞിട്ട് ഭാര്യയോട് ചോദിച്ചു അവളെന്താ പറയുന്നത്. അപ്പോൾ അത് വൈഫിന് വലിയ അത്ഭുതമായി. കാരണം ഈ തിരക്കിൻ്റെ ഇടയിൽ അദ്ദേഹം അതിലെ ഏറ്റവും ചെറിയ ആളാണ് എൻ്റെ മോള്, അവളെ അദ്ദേഹം മനസ്സിൽ വെച്ചിരിക്കുന്നു. ഇന്ന് അദ്ദേഹം പോകാൻ നേരത്ത്, ഇന്ന് നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അദ്ദേഹം പോകാൻ നേരത്ത് മോള് കണ്ടില്ല. മോള് പറഞ്ഞു ഞാൻ ലാലമാമനെ കണ്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓടിപ്പോയിട്ട് ലാലേട്ട ഒരാൾ കാണാം. അപ്പോൾ അയ്യോ ഞാൻ കണ്ടില്ലല്ലോ മോളെ എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്ത്, എന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ് മോളെ ഞാൻ കണ്ടില്ല കേട്ടോ. അവൾക്ക് മോളെ അപ്പോൾ എന്നോട് പറയാം ഞാൻ മോളെ പെട്ടെന്ന് മിസ്സായി പോയിട്ടോ. അപ്പോൾ ഞാൻ കുറേ സംസാരിക്കണം എന്ന് വിചാരിച്ചോളൂ. അവളോട് എന്ത് സംസാരിക്കാനാണ്, അവൾ അത്രയും 4.5 വയസ്സുള്ള കുട്ടിയാണ്. അങ്ങനെ വരുന്ന ഏറ്റവും ചെറുതായ ഒരാളെ പോലും അദ്ദേഹത്തിനൊപ്പം കാണുന്ന ഒരു മനസ്സുള്ള ഒരു വ്യക്തിയെ ആത്മീയമായിട്ടുള്ള ഉയർന്ന ആളെന്നല്ലാതെ എന്താ വിശേഷിപ്പിക്കുക? ഇനി എന്തെങ്കിലും തിയററ്റിക്കലായിട്ടോ ഉപാസനാപരമായിട്ടോ അദ്ദേഹം ചർച്ച ചെയ്യാറുണ്ടോ, ഉപദേശം ചോദിക്കാറുണ്ടോ, ടിപ്സ് ചോദിക്കാറുണ്ടോ? അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പല കാര്യങ്ങളിലും ലാലേട്ടൻ അറിയുന്ന ചില കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോടും, എനിക്കറിയുന്ന അദ്ദേഹം കരുതുന്ന കാര്യങ്ങൾ എന്നോടും ചോദിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട് എന്നല്ലാതെ വഴുതി മാറുകയല്ല ലാലേട്ടൻ സ്റ്റൈലിൽ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട് എന്നല്ലാതെ. ഒരു കാര്യം കൂടെ പറയാം, നേരത്തെ ചോദിച്ചല്ലോ അദ്ദേഹത്തിൻ്റെ ആത്മീയത എന്താണ്. ഞങ്ങൾ ഒരിക്കലും മൂകാംബികയിൽ പോയ സമയത്ത്
ഞങ്ങൾ രണ്ടുപേരും മൂകാംബിക വലിയ ന്യൂസായൊരു ഇതാണ്, കുടജാദ്രിക്ക് നടന്നു കയറി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുടജാദ്രി കയറി വന്ന അദ്ദേഹത്തിൻ്റെ മേലൊക്കെ കൈയൊക്കെ ഇങ്ങനെ മുള്ളുകൊണ്ട് കോറിയിട്ടുണ്ട്. ഒരു തവണ ഒരു മുള്ളു കൊണ്ടിട്ട് കൈ ഇങ്ങനെ കട്ടായി രക്തം വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മേലൊക്കെ ഞങ്ങളെ രണ്ടുപേരെയും മുള്ളുകൊണ്ട് കോറിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഒരു റൂമിലാണ് കിടക്കുന്നത്, ഒരു ബെഡിലാണ്. ഞങ്ങൾ രണ്ടുപേരും ബെഡിൽ വന്ന് അങ്ങ് കിടന്ന് ഉറങ്ങി, അപ്പം തന്നെ അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ലാട്ടൻ വന്ന് എന്നോട് പറഞ്ഞു, അതേ വാഷ്റൂമിൽ വെള്ളം, ഒരു ഹോട്ടലാണ്, ഒരിക്കലും മോഹൻലാൽ താമസിക്കുന്നു വിശ്വസിക്കാത്തൊരു ഹോട്ടലാണ്. വാഷ്റൂമിൽ വെള്ളം കുറച്ച് പ്രശ്നമാണ്. വെള്ളം എന്താണെന്ന് വെച്ചാൽ വെള്ളം ചായ പോലെയാണ് അതിൻ്റെ നിറം, ചളി കൊണ്ട്. അപ്പം ഞാനതിൽ കുളിച്ചു. രാമന് ഞാൻ പണി ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാനൊരു ബക്കറ്റ് വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഊറിയിട്ട് നല്ല വെള്ളം കിട്ടുമല്ലോ കുളിക്കാൻ അതിന്. അപ്പോൾ അത് എന്തൊരു തോട്ട്ഫുൾ ആയിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. ഞാൻ ആ ചളിവെള്ളത്തിൽ കുളിച്ചു, എനിക്കൊന്നും പ്രശ്നമില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയമില്ലെങ്കിലും ഒന്ന് കരുതിയിട്ട് ഈ വെള്ളം അദ്ദേഹം ഇങ്ങനെ ഊറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പം അതൊക്കെ അദ്ദേഹം ഒരിക്കലും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന. അതിങ്ങനെ ചെയ്യണം എന്നൊന്നും വിചാരിച്ച് ഒരാളെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്യുക, അങ്ങനെയൊന്നുമല്ല, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന. അങ്ങനെയൊക്കെയുള്ള സൈബർ ലോകത്തേക്ക് ഈ യാത്ര പ്രഖ്യാപിച്ചപ്പോൾ, കശ്മീരിലേക്ക് പോകുന്നു, അതിൻ്റെ ഒരു തീം പറഞ്ഞപ്പോൾ ധാരാളം കമൻസ്. ഇപ്പോൾ രാമാനന്ദ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേഴ്സണാലിറ്റി അത്യാവശ്യം നല്ല റീച്ചും ഫോളോവേഴ്സും ഉള്ളതാണ്. അവിടെ ധാരാളം കമൻസ് പ്രത്യക്ഷപ്പെട്ടു. ഇതിപ്പോൾ എന്തിനാ അങ്ങോട്ട് പോകുന്നത്, അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ, എങ്ങനെ പ്രതികരിച്ചു, അതല്ലെങ്കിൽ അതെങ്ങനെ അത് ഉൾക്കൊണ്ടു? നല്ലൊരു ശതമാനം കമൻസ് ഞാൻ നോക്കിയപ്പം ശുദ്ധ ബോഷ്ക്ക് എന്നൊക്കെ പറയില്ല, അങ്ങനെയാണ്. ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞത്, ഈ പ്രശ്നം നടക്കുമ്പോൾ ഇത്രയും വണ്ടിയായിട്ട് അങ്ങോട്ട് പോവുകയാണോ? അത് ഒന്നാന്തരം വിവരക്കേടാണ്. കാരണം ഒരു സന്നദ്ധ സംഘടനയ്ക്ക് സാധിക്കുമോ പിറ്റേ ദിവസം ഇത്രയും ബുള്ളറ്റുമായിട്ട് അങ്ങോട്ട് പോകാൻ? അതിന് എന്തൊക്കെ ഒരു പ്ലാനിങ് വേണം, ലോജിസ്റ്റിക്കൽ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം, എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊരു ഒരു 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 കോളാണ്. ആ കോളിന് ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് യുക്തിപൂർവ്വമല്ല അങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ അത്തരം കാര്യങ്ങളെ ഞാൻ മൈൻഡ് ചെയ്തില്ല. വേറൊരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ അവിടെ പോയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്, എന്തിനാ അപ്പോൾ അവിടെ പോകുന്നത്, അതിർത്തി പോയിട്ട് എന്താ ചെയ്യുക? അപ്പോൾ ഇവർ കരുതുന്നത് നമ്മൾ അതിർത്തി പോയിട്ട് എന്തോ കല്ലെടുത്ത് എറിയാണോ പാകിസ്ഥാൻ, അല്ലെങ്കിൽ അവിടുന്ന് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ദ്രോഹപ്രവർത്തനം തിരിച്ച്. അതൊന്നും നമ്മൾ ചെയ്യേണ്ട ആൾക്കാരല്ല. അതിനാണ് ഭാരതത്തിന് സൈന്യമുള്ളത്. നമ്മളൊരു സിവിലിയനാണ്. സിവിലിയൻ്റെ പ്രൊട്ടസ്റ്റ് ഒരു സിംബോളിക് പ്രൊട്ടസ്റ്റാണ്. അത് ധൈര്യസമേതം പ്രഖ്യാപിക്കലാണ്. നിങ്ങൾ ഞങ്ങളെ ഭയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഭയപ്പെടാൻ തയ്യാറല്ല. ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി എടുത്ത് ബെയർ ചെസ്റ്റായിട്ട്, ബുള്ളറ്റ് പ്രൂഫ് വണ്ടി ഒന്നുമല്ലല്ലോ പോകുന്നത്, ബുള്ളറ്റ് പ്രൂഫ് വണ്ടിയാണ് ഞങ്ങൾക്ക് സെക്യൂരിറ്റി വന്നത്. പക്ഷേ ഞങ്ങൾക്കൊരു ബുള്ളറ്റ് പ്രൂഫില്ല, ഒരു ജാക്കറ്റേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ കൂടെ വെടിവെച്ചാൽ ഒരാളെ വെടിവെച്ചാൽ മറ്റാൾക്ക് വരക്കുള്ളൂ. അത്ര വലുപ്പത്തിൽ ഒരു സെക്യൂരിറ്റി ഇല്ലാതെയാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ധൈര്യസമേതം അങ്ങോട്ട് സഞ്ചരിക്കുന്ന ഒരു മെസ്സേജാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തത ഉണ്ടായിരുന്നു. ആ കാര്യം പറഞ്ഞതിൻ്റെ അകത്ത് കുറേ ആൾക്കാർ ഇതൊരു അറ്റൻഷൻ സീക്കിംഗ് ആണ്. അത് ആ സമയത്ത് എന്തെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് ഒരാൾ കളിക്കുക, അങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിർത്തും, അങ്ങനെയൊന്നുമല്ല. നമ്മൾ വളരെ പ്ലാൻഡായി അത് ചെയ്യണമെന്ന് വിചാരിച്ച് തന്നെയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അത് ചെയ്ത് ഇപ്പോൾ നടപ്പാവാൻ പറ്റിയത്. നമ്മുടെ ഒരു അഹങ്കാരം കൊണ്ട് പറയല്ല, അതിൻ്റെ അകത്ത് അത്രയും ഒരു വേദനയും, അങ്ങനെ ചെയ്തേ പറ്റൂ, ഇനി ആരും വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ബുള്ളറ്റ് എടുത്ത് ഒറ്റയ്ക്ക് പോകുമായിരുന്നു എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് പക്ഷേ അതിനൊരു പ്യൂരിറ്റി ഉള്ളതുകൊണ്ടായിരിക്കാം, ആ തോട്ട് ഒരു പ്യൂർ ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ തോട്ട് അല്ലാത്തതുകൊണ്ടായിരിക്കാം ആളുകളൊക്കെ അതിൻ്റെ കൂടെ കൂടുകയും ഇതൊരു വലിയ വിജയമായിട്ട് മാറുകയൊക്കെ ചെയ്തത്. ഇത് തുടങ്ങുമ്പോൾ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ഒരു പ്രചോദനമുണ്ടായിരുന്നു, ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ യാത്ര തുടങ്ങിക്കഴിഞ്ഞ് മുന്നേറുമ്പോൾ അതിൻ്റെ ഒരു ഈ ദിവസങ്ങളിലൊക്കെ ജനം ടി വിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. പിന്നെ തത്സമയം തന്നെ ഓരോ ദിവസവും ഉള്ള പ്രതികരണം ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഓരോ ദിവസവും അതിൻ്റെ ലെവൽ മാറുകയായിരുന്നു, ഓരോ ദിവസവും അതിൻ്റെ തലം മാറുകയായിരുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ അനുഭവങ്ങളും പുതിയൊരു പേഴ്സ്പെക്റ്റീവും കിട്ടിയ പോലെ തോന്നി. അതെ, കാരണം നമ്മൾ യാത്ര തുടങ്ങുന്ന സമയത്ത് സാന്ദർഭികമായി യാത്രയുടെ സമയത്ത് പറഞ്ഞു, ചലോ LOCക്ക് മുൻപും ശേഷവും എന്ന് സഞ്ചരിച്ച് ഓരോരുത്തരുടെയും ജീവിതം മാറും എന്ന്. അതുണ്ടായിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. യാത്ര തുടങ്ങിയാൽ ഞങ്ങളല്ല തിരിച്ചു വന്ന ഞങ്ങൾ ഒരുപാട് തിരിച്ചറിവുകളിലൂടെ കടന്നു വന്നിട്ടുള്ള ആൾക്കാർ. അത് എന്താണെന്ന് പറയാൻ സാധ്യമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ നാരദ ഭക്തി സൂത്രം എന്ന് പറയുന്നൊരു കൃതിയുണ്ട്. അതിനകത്ത് പരമപ്രേമത്തിന് അനിർവചനീയം പരമപ്രേമം എന്നാണ് പറയുന്നത്. പരമപ്രേമസ്വരൂപം, അതായത് പ്രേമസ്വരൂപം അനിർവചനീയമാണ്, ഒരിക്കലും നമുക്ക്
പറയാൻ പറ്റില്ല. അതുപോലെ ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം അനിർവചനീയ, അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നല്ല. പക്ഷേ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഉള്ളിൽ വലിയൊരു ഇമാൻസിപ്പേഷൻ, ഒരു വലിയ ഒരു 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 തുറവി ഈ യാത്ര കൊണ്ടുണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഭാരതം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിച്ചാൽ ഏതൊരു ഭാരതീയനും ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. അത് ഭാരതാമ്മ നൽകുന്ന അനുഗ്രഹമാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഓരോ സംസ്ഥാനത്ത് ചെല്ലുമ്പോഴും ലഭിച്ച സ്വീകരണം, അവിടെ ലഭിച്ചൊരു സ്വീകാര്യത, ഇതിപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ യാത്രയല്ല. അതെ, വേറൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പല തീർത്ഥാടകർക്കും വിശ്വാസികൾക്കും പല സ്ഥലങ്ങളിലും സൗകര്യമൊരുക്കുന്നത് ആറ്റുകാൽ പൊങ്കാല മുതൽ ശബരിമല വരെ നമ്മൾ കാണുന്നതാണ്. അങ്ങനെ ഒരു യാത്രയല്ല. വേറൊരു തലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ബുള്ളറ്റ് റൈഡാണ്. പക്ഷേ പല സ്ഥലത്തുമുള്ള സ്വീകരണം മറ്റൊരു തലത്തിലായിരുന്നില്ല. പൂർണ്ണകുംഭത്തോടു കൂടിയുള്ള സ്വീകരണം അടക്കം. അതെ, അതൊരു വലിയ മഹാത്മാവാണ് അങ്ങനെ സ്വീകരിച്ചത്. നാദാനന്ദജിയാണ് അങ്ങനെ സ്വീകരിച്ചത്. പൂർണ്ണകുംഭം നൽകിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. കാരണം അങ്ങനെയുള്ള ആളുകൾക്ക് അറിയാം ഇതൊരു വലിയ പൊട്ടൻഷ്യലുള്ള യാത്രയാണ്, ഭാരതത്തിൻ്റെ ആത്മാവിനെ തൊട്ടറിയുന്ന യാത്രയാണ്, ഒരു മസ്റ്റ് ഡു ആയിട്ടുള്ള കാര്യമാണ് എന്ന്. അത് ആരാണ് അതിന് തയ്യാറാവുന്നത്? ഒരു നവജവാൻ സ്പിരിറ്റ് വേണം അതിന്. അത് ഒരു ദേശീയ ബോധത്തു നിന്ന് വരുന്നതാണ് എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടാണ് ഞങ്ങൾ അങ്ങനെ സ്വീകരിച്ചിട്ടുള്ളത്. എനിക്ക് പൂർണ്ണകുംഭം നൽകിയ ആ ആശ്രമത്തിൽ ഭാരത് മാതാ പ്രതിഷ്ഠയുണ്ട്. ഭാരത് മാതാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സൗത്ത് ഇന്ത്യയിലെ ഏക ആശ്രമമാണത്. അവിടെ ഞങ്ങൾക്ക് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള മഹാത്മാക്കളുടെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഹൊസൂർ എത്തുന്ന സമയത്ത് വലിയ ഒരു സ്വീകരണം, ഒരു ബൈക്ക് റാലിയൊക്കെ ആയിട്ട് ഒരു സ്വീകരണം ഉണ്ടായി. അത് കഴിഞ്ഞത് ബാംഗ്ലൂരിലേക്ക് പ്രവേശിക്കുമ്പോഴേക്ക് 250 ബൈക്കും വലിയൊരു ഒരു താർ ജീപ്പും അങ്ങനെ നഗരത്തെ മുഴുവൻ കുലുക്കിക്കൊണ്ടുമായിരുന്നു ആ തിരംഗ റാലി നടന്നത്. ആ തിരംഗ റാലിയുടെ അവസാനമാണ് ഞങ്ങൾ അവിടെ ഒരു സമാപനമൊക്കെ ഉണ്ടാകുന്നത്. ഹൈദരാബാദിൽ ഇതുപോലെ വലിയ സ്വീകരണം കാര്യങ്ങളുണ്ടായി. അങ്ങനെ പോകുന്ന ഓരോ ദിക്കിലും ഓരോ തരത്തിലുള്ള സ്വീകരണങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ്. അത് വലിയ കാര്യമാണ്. ഭാരതത്തിൻ്റെ മുഴുവൻ സ്നേഹാശിഷുകൾ ഏറ്റുവാങ്ങുക എന്ന് പറഞ്ഞ വലിയൊരു അനുഭവമാണ്. ഒരുപാട് വെല്ലുവിളികൾ നമ്മുടെ പ്രോഗ്രാമിൽ പറഞ്ഞതുപോലെ തന്നെ ശാരീരികവും മാനസികവും ഒക്കെ ആയിട്ടുള്ള വെല്ലുവിളികൾ. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഉപാസകനാണ്, ആരോഗ്യവാനാണ്. പക്ഷേ 12 ദിവസം കൊണ്ട് ഭാരതത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേറ്റം വരെ 2 വീലർ, എങ്ങനെ നിൽക്കുന്ന സൂര്യൻ, എങ്ങനെ പെയ്യുന്ന മഴ, ഇപ്പോൾ ജവാന്മാർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ കേരളത്തിലിരുന്ന് ജവാന്മാരെ വിമർശിക്കുന്നവർക്ക് അറിയില്ലെങ്കിൽ അവർ മണലാരണ്യത്തിലും മഞ്ഞിലും കാറ്റിലും മേറ്റിലും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ട്രെയിൻഡാണ്, അവർക്ക് അക്ലപ്പറ്റൈസേഷൻ ഉണ്ട്. ഇത് ഒറ്റയടിക്ക് ഇവിടെ നിന്ന് പോവാണ്. അതിനുള്ള ഊർജം അതുകൂടി ഒന്ന് പറയും. അതിനുള്ള ഊർജ്ജം ഇപ്പം ഞാൻ ഒരിക്കൽ നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഭാരതത്തിൻ്റെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ സിനിമയൊക്കെ കാണുന്നത്, ഇപ്പോൾ സർദാർ ഉദ്ധം സിംഗ്, അല്ലെങ്കിൽ ഇപ്പോൾ കേസരി ചാപ്റ്റർ 2, അതുപോലുള്ള സിനിമകൾ, ഭഗത് സിംഗ്, അങ്ങനെയുള്ള നമ്മൾ സിനിമകളിലൂടെ കാണുന്നത്. പിന്നെ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ്. ഇതൊക്കെ വായിക്കുമ്പോൾ ഇപ്പോൾ ചാവ വന്നത് നമ്മൾ വിചാരിക്കുന്നു, എങ്ങനെയാണ് ഇവർക്ക് ഈ ധൈര്യം വരുന്നത്? ഇത് സാധ്യമാണോ? മനുഷ്യനെ കൊണ്ട് ഈ ധൈര്യം സാധ്യമാണോ? ഞങ്ങൾ ഈ യാത്രയിൽ ആ ധൈര്യം അനുഭവിച്ചു. കാര്യം ഞാൻ ആ പോസ്റ്റിൻ്റെ തുടക്കത്തിലിട്ടായിരുന്നു, ബുള്ളറ്റുകൾ ഫയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മുമ്പിൽ സഞ്ചരിക്കുന്ന വണ്ടി എൻ്റേതാണ്, ഫസ്റ്റ് ബുള്ളറ്റ് എൻ്റെ നെഞ്ചിലേക്കാണ്. അത് പോസ്റ്റിൽ എഴുതാൻ എളുപ്പമാണ്. പക്ഷേ ഞങ്ങൾ കുപ്വാര എത്തിയ സമയത്ത് കുപ്വാരയിൽ നമ്മുടെ മുമ്പിൽ സഞ്ചരിക്കുന്ന അത് JK പോലീസിൻ്റെ സെക്യൂരിറ്റിയാണ്. ആ വണ്ടി കണ്ടാൽ അറിയാം, ഞങ്ങളുടെ ഏതൊക്കെയോ വീഡിയോയിൽ കാണാം. ആ വണ്ടി മുഴുവൻ ബുള്ളറ്റ് മാർക്സാണ്, നിറയെ ബുള്ളറ്റ് അടിച്ചിരിക്കുക അതിൽ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് അതിനുള്ളിലേക്ക് ഇങ്ങനെ പോകാൻ പറ്റും ഫയറിംഗ് ഉണ്ടായാൽ. എന്നോട് കമാൻഡിങ് ഓഫീസറായിട്ടുള്ള ഒരു അരുൺ കുമാർ സർ, അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും ഈ വണ്ടി ഇല്ലാതെ, അതായത് സെക്യൂരിറ്റി ഇല്ലാതെ നിങ്ങൾ മുന്നോട്ട് ഒരടി നീങ്ങരുത്. അവർ ചിലപ്പോൾ ഇത് കഴിഞ്ഞാൽ സെക്യൂരിറ്റി അടുത്ത സ്ഥലത്തുണ്ടാവും എന്ന് പറയും, അങ്ങനെ പോകരുത്. അപ്പം ശരി, ഞാൻ അങ്ങനെയാണ്. അപ്പോൾ അതായത് ഒരു വണ്ടി നമ്മളെ അക്കമ്പനി ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ പൈലറ്റായിട്ട് പോകുന്നുണ്ടാവും. ആ പൈലറ്റായിട്ട് പോകുന്ന വണ്ടി അടുത്ത വണ്ടിയിലേക്ക് പൈലറ്റ് വണ്ടിയിലേക്ക് നമ്മളെ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് മാറുക. ഒരു സ്ഥലത്തെത്തിയപ്പം, അതായത് കുപ്വാര കഴിഞ്ഞ് ഞങ്ങൾ ആ LOCയിലേക്ക് അടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഈ വണ്ടി നിന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് കയറി പൊക്കോ, വണ്ടി അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതി ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് വണ്ടി ഉണ്ടാവുമായിരിക്കും, അതായിരിക്കും അവർ. ഏതാണ്ട് 30 കിലോമീറ്ററോളം ഞാൻ ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെയാണ് മുമ്പിൽ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ എൻ്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുകയാണ്. എന്തും സംഭവിക്കാവുന്ന ഒരു സ്ഥലമാണ്, ഏത് സമയത്തും നമ്മൾ കുപ്വാര എന്ന് കേൾക്കുന്നതാണ്.
ആ മുമ്പിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് എൻ്റെ പിന്നിൽ ഇത്രയും വണ്ടികൾ എന്നെ പിന്തുടർന്ന് വരുന്നുണ്ട്, ഞങ്ങൾക്കൊരു പ്രൊട്ടക്ഷനും ഇല്ല. ഞാൻ ആലോചിക്കുകയാണ്, എന്തെങ്കിലും ഒരു ഫയറിങ് ഉണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ. ആ സമയത്ത് ഒരു ഭയങ്കരമായ ധൈര്യം ഉള്ളിൽ ഇങ്ങനെ ഉദിച്ചു വരും. ആ സമയത്തൊക്കെ ഉള്ളിൽ ഒരു ഭാരതം എന്ന രാഷ്ട്രത്തിനോടുള്ള നമ്മുടെ ഉള്ളിൽ പതിഞ്ഞു പോയിട്ടുള്ള ഒരു വികാരമുണ്ട്. ആ വികാരം ധൈര്യം ആണ്. ആ വികാരം തീർച്ചയായിട്ടും നമ്മുടെ ഭയത്തെക്കാൾ എത്രയോ മേലെ നിൽക്കുന്നതാണ്. അതുകൊണ്ട് ആ ഭയം ഒരിക്കൽ പോലും ഉണ്ടായി. ഞാൻ ഈ കൂടെ വന്നവരോടൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് ഭയം ഉണ്ടായോ ഏതെങ്കിലും ഘട്ടത്തിൽ? കാട്ടിലൂടെയൊക്കെ ഞങ്ങൾ 100 കിലോമീറ്റർ രാത്രി സഞ്ചരിച്ചു. അപ്പോഴൊക്കെ ചോദിച്ചു, ഭയം ഉണ്ടായോ? ഒരാളും പറഞ്ഞില്ല ഞങ്ങൾക്ക് ഭയം ഉണ്ടായി. ആ ഭയത്തെ കടന്നു പോകുന്ന എന്തോ ഒരു വികാരം നമ്മുടെ ഉള്ളിലുണ്ട്. അത് തീർച്ചയായിട്ടും അനുഭവിക്കാൻ പറ്റിയത് ഈ സമയത്താണ്. അത് അനുഭവിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് എങ്ങനെ ഉണ്ടായതെന്ന് ചോദിച്ചാൽ അത് ഭാരതാമ്മ നൽകുന്ന ഒരു ഭാരതമാതാവ് എന്ന് പറയുന്നത് കേവലം ഒരു രാഷ്ട്രത്തിൻ്റെ രൂപമല്ല, അത് ഒരു ജീവിച്ചിരിക്കുന്ന മൂർത്തിയാണെന്ന് അനുഭവിക്കുന്ന അവസരമാണ്. ആ വാക്കുകളോടെ വളരെയധികം നന്ദി. തിരക്കാണ്, ഇനിയുള്ള പദ്ധതി, ഇനിയൊരു യാത്രയുണ്ടെന്ന് പറഞ്ഞു. അതെങ്ങോട്ടാണെന്ന് പറയാവുന്നതാണോ? അത് ഞാൻ ഈ പെഹൽഗാം അറ്റാക്കിൻ്റെ ഒരു മാസം മുമ്പ് തന്നെ ഈ വർഷം ഞാൻ ഒരു തരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇടപെടലുകളും ഇല്ല, ഒരു തരത്തിൽ ഫോൺ പോലും ഇല്ല. ഒരു വർഷം ഞാൻ എൻ്റെ വ്യക്തിപരമായ സാധന എന്നൊക്കെ പറയാം, വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടി മാത്രം, വ്യക്തിപരമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നാട്ടിലുമില്ല, ഒരു യാത്ര ചെയ്ത് കുറച്ച് പഠിക്കാനും സാധന ചെയ്യാനും കുറച്ച് കാര്യങ്ങൾ ബാക്കിയുള്ളതൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടി മാറ്റി വെച്ചായിരുന്നു ഈ വർഷം. അപ്പോഴാണ് ഈ പെഹൽഗാം അറ്റാക്ക് ഉണ്ടാകുന്നതും പെട്ടെന്ന് ഒരു ആക്ഷനിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ ആക്ഷനിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഒരു മാസം അങ്ങ് തള്ളി നീക്കപ്പെട്ടു. അപ്പോൾ ഇനിയിപ്പോൾ ഞാനൊരു ഈ 30-ാം തീയതി ഞാൻ പോവും. പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും കാര്യത്തിൽ ഇടപെടാൻ വിചാരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒട്ടേറെ ചെറുപ്പക്കാർക്ക്, പുതിയ തലമുറയ്ക്ക് ഉത്തേജനമാകും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. നന്ദി. ടീം ജനത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. നന്ദി, നമസ്തേ. ഓൾ ദി ബെസ്റ്റ്.